വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വൻ കൊള്ള കണക്കുകൾ പുറത്ത്. കേരളത്തിൽ പിണറായി കാലം ആരംഭിക്കുന്നത് തന്നെ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിട്ടായിരുന്നു. 1, 2, 3 പ്രളയങ്ങൾക്കൊപ്പം ലോകത്തെ മുഴുവൻ ഒളിച്ച കൊറോണയും കേരളത്തെ വേട്ടയാടിയപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന വകുപ്പിൽ മാത്രം കേരള സർക്കാർ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് കോടികളാണ്. പാർട്ടി ബന്ധം പറഞ്ഞ് കൈയിട്ട് വാരിയും കള്ളക്കണക്കുണ്ടാക്കി കട്ടും ദുരന്തത്തിലായ കേരള ജനതയെ പിണറായി സഖാവും പാർട്ടിക്കാരും വീണ്ടും ദുരന്തത്തിലേക്ക് തന്നെ തള്ളിവിടുകയായിരുന്നു. പ്രളയ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിന്റെ വാർത്തകളും പാർട്ടിക്കാരുടെ തട്ടിപ്പുമെല്ലാം വെളിച്ചത്തായതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വീഴുന്ന ഓരോ നാണയവും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന സംശയം ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോഴാണ് കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് വൻ ദുരന്തത്തിന് പാത്രമാകുന്നത്. മനസ്സുകൊണ്ട് കേരളം ഒന്നിച്ച ദുരന്തത്തിൽ നിന്ന് ഓരോരുത്തരെയായി കൈപിടിച്ചു കയറ്റിക്കൊണ്ടുവന്നു. സന്നദ്ധ സേവനമായും ഭക്ഷണ വസ്ത്ര വിതരണമായും രക്ഷാപ്രവർത്തനമായും കേരളം ഒന്നിച്ചു നിന്നു. നേതൃത്വം എടുത്ത കേരള സർക്കാരും ജനം എന്നും പറയുന്നത് പോലെ തന്നെ ഈ ദുരന്തവും പണം സമ്പാദിക്കാനുള്ള ഒരു ആയുധമാക്കി. എങ്ങനെയെന്നല്ലേ? വയനാട് ദുരിതാശ്വാസത്തിനായി ചിലവായ തുകയെന്ന നിലയിൽ കേരള സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന തുകകളുടെ കണക്ക് നിങ്ങളൊന്ന് കാണണം ജനങ്ങളെ. കൂടുതൽ വിവരിക്കാതെ തന്നെ ഈ കണക്ക് സത്യമോ അസത്യമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കണക്ക് പ്രകാരം ദുരിതബാധിതർക്ക് വേണ്ടി ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് സർക്കാർ വോളണ്ടിയർമാർക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്. 14 കോടി രൂപ സൗജന്യമായി സന്നദ്ധ സേവനത്തിന് വന്ന ആളുകളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചിലവിട്ട തുകയാണ് പോലും ഈ 14 കോടി. അതിൽ 4 കോടി വോളണ്ടിയർമാരുടെ ട്രാൻസ്പോർട്ടേഷന് ചിലവായതാണ് പോലും. സൗജന്യമായി വോളണ്ടിയർ സേവനത്തിന് പോയ ആളുകൾക്കറിയാം ദുരന്തമുഖത്ത് സന്നദ്ധ സേവനത്തിനായി ഒരുപാട് വണ്ടികളും ഡ്രൈവർമാരും ഉണ്ടായിരുന്നു. അവരെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് തുകയെടുത്ത് ഇന്ധനവും അടിച്ച് ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ, അതായത് സൗജന്യമായി വണ്ടി ഓടാൻ തയ്യാറായി വന്നവരായിരുന്നു. കോടികൾ പിന്നെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷന് സർക്കാരിന് ചിലവ് വരിക? ബാക്കി 10 കോടി ഇതേ വോളണ്ടിയർമാരുടെ ഭക്ഷണത്തിന് ചിലവായി പോലും. നമുക്കറിയാം, സർക്കാർ ഇടപെട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി ഭക്ഷണം നൽകി തുടങ്ങുന്നത് വരെ ദുരന്തമുഖത്ത് സൗജന്യമായി ഭക്ഷണം നൽകിയത് വൈറ്റ് ഗാർഡാണ്. കുറെ അധികം നാൾ അവരായിരുന്നു എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയത്. സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചന്റെ പേരും പറഞ്ഞ് വൈറ്റ് ഗാർഡിനെ ദുരന്തമുഖത്ത് നിന്നും മാറ്റിയത് ഇതുപോലെ കള്ളക്കണക്കെഴുതി ജനങ്ങളെ വഞ്ചിക്കാനാണെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? ആ കണക്കിൽ മാത്രം പറ്റിച്ചിരിക്കുന്നത് 10 കോടിയാണ്. തീർന്നില്ല. ഈ വോളണ്ടിയർമാർക്ക് താമസ സൗകര്യം ഒരുക്കാൻ 15 കോടി രൂപ. അതും കൂടാതെ ഇവർക്കുള്ള മെഡിക്കൽ കിറ്റ് വാങ്ങിയതിന് 98 ലക്ഷം രൂപ കൂടി ചെലവായെന്ന്. റെയിൻകോട്ടും ചെളിയിൽ പുതഞ്ഞു പോകാത്ത ടൈപ്പ് ബൂട്ടുമാണ് ഇപ്പറഞ്ഞ മെഡിക്കൽ കിറ്റിലുള്ളത്. 100 രൂപയ്ക്ക് സ്ട്രീറ്റിൽ കിട്ടുന്ന ആ ട്രാൻസ്പെറന്റ് റെയിൻകോട്ട് നിങ്ങൾക്കൊക്കെ നല്ല പരിചയം കാണും. അതിനാണ് 98 ലക്ഷം രൂപ. കള്ളക്കണക്ക് എഴുതി വെക്കുന്നതിനും ഒരു മിനിമം മാന്യതയൊക്കെ വേണ്ട സർക്കാരെ. ഇതെല്ലാം പോട്ടെ, 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി 2 കോടി 76 ലക്ഷം രൂപ സർക്കാരിന് ചിലവ് വന്നത്രേ. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി വന്നത് 75,000 രൂപ. ഒരു ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്ന സലീം കുമാറിന്റെ ക്യാരക്ടർ കണ്ട് കുറെ ചിരിച്ചവരാണ് നമ്മളൊക്കെ. പിണറായി സർക്കാരിനെ വെച്ച് നോക്കിയാൽ സലീം കുമാറിന്റെ പ്യാരിലാലൊക്കെ എന്ത്. കുറെ അധികം സന്നദ്ധ സംഘടനകൾ സൗജന്യമായി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരെ സംസ്കരിച്ചതാണ്. സേവാഭാരതി മാത്രം ഏതാണ്ട് 80ഓളം മൃതദേഹങ്ങൾ സൗജന്യമായി സംസ്കരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് 359 മൃതദേഹങ്ങൾ സർക്കാർ 75,000 സംസ്കരിച്ചത്? ഇതൊന്നും കൂടാതെ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ബെയിലി പാലത്തിന് 1 കോടി കേരള സർക്കാരിന് ചിലവ് വന്നത്രേ. അവിടം കൊണ്ടും തീർന്നില്ല. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന്റെ ചിലവ് 7 കോടി രൂപയും ഇന്ത്യൻ എയർലിഫ്റ്റിന്റെ ഹെലികോപ്റ്റർ ചാർജ് ആയിട്ട് ഒരു 17 കോടി രൂപയും ദുരിതബാധിതരെ ഒഴിപ്പിക്കാനുള്ള വാഹന സർവീസിന് 12 കോടി രൂപയും JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയ്ക്ക് 15 കോടി രൂപയും ചിലവായി പോയി. JCB, ഹിറ്റാച്ചി ഒക്കെ ഫ്രീ ആയി അവിടെ കൊണ്ടുചെന്ന് പ്രവർത്തിപ്പിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഇപ്പോ ആരായി? ഇനി ക്യാമ്പുകളിൽ ചിലവായ തുക: ഭക്ഷണത്തിന് 8 കോടി, അവരുടെ വസ്ത്രങ്ങൾക്ക് 11 കോടി, മെഡിക്കൽ പരിശോധനയ്ക്ക് 8 കോടി, ഡ്രോൺ, റഡാർ എന്നിവയുടെ വാടക ഇനത്തിൽ 3 കോടി, DNA പരിശോധനയ്ക്ക് 3 കോടി എന്നിവയുമായെന്നാണ് ഈ കള്ളക്കണക്ക് പറയുന്നത്. ആളുകൾ സൗജന്യമായി വസ്ത്രങ്ങൾ കൊടുത്ത് അവിടെ നിറഞ്ഞിട്ട് ഇനി അയക്കല്ലേ എന്ന് വയനാട് കളക്ടർ പറയുന്ന വാർത്ത കണ്ടവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ വസ്ത്രങ്ങൾക്ക് ചിലവായെന്ന് സർക്കാർ പറയുന്ന 11 കോടി ആരുടേതാണ് സർക്കാരെ? സന്നദ്ധ സംഘടനകളെ എല്ലാം കാര്യം കഴിഞ്ഞയുടൻ
ഓടിച്ചു വിടുന്ന പിണറായി സർക്കാരിന്റെ അടവ് നയം കണ്ടപ്പോൾ തന്നെ അഖിൽ മാനർ അടക്കമുള്ള വിമർശകർ പറഞ്ഞതാണ് എല്ലാ ക്രെഡിറ്റും ഒന്നിച്ചടിച്ചു മാറ്റി ഇതിനെല്ലാം കള്ളക്കണക്ക് എഴുതി വെച്ച് ആളുകളെ പറ്റിക്കാനുള്ള പുറപ്പാടാണ് ഇതെന്ന്. എത്ര ശരിയാണ് ആ പറഞ്ഞതെന്ന് ഇപ്പോൾ ഇവർ തന്നെ പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയല്ലേ എന്നീ ചുവപ്പിന്റെ പോരാളികൾ എന്നും കിടന്ന് കരയുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായില്ലേ? രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ടും മനസാക്ഷിയില്ലാതെ ജീവിതവും നഷ്ടപ്പെട്ടവരെ കാണിച്ച് കൊള്ളയടിക്കുന്നതും കൊണ്ടാണ് രാഷ്ട്രീയം പറയല്ലേ എന്ന് ക്യാപ്സ്യൂളുമായി ഇവറ്റകൾ കിടന്ന് മോങ്ങുന്നത്. ഈ കള്ളക്കണക്കുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് വിവാദമായതോടെ പുറത്തുവിട്ടത് സർക്കാരിന് ചിലവായ കണക്കുകളല്ല, മറിച്ച് കേന്ദ്രത്തിന് കൊടുക്കാനുള്ള എസ്റ്റിമേറ്റ് ആണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ദുരന്ത പുനരധിവാസത്തിനുള്ള തുക ലഭിക്കുന്നതിനായി കൊടുക്കാൻ പ്ലാൻ ചെയ്ത എസ്റ്റിമേറ്റ് ആണത്ര ഇത്. ഈ കണക്ക് കണ്ടിട്ട് വേണം അവർ ഇതിൽ പറഞ്ഞ മൊത്തം തുകയായ ഏകദേശം 1500 കോടിയോളം രൂപ സർക്കാരിന് നൽകാൻ. വെറുതെയാണോ കേന്ദ്ര നികുതി വിഹിതം നൽകുന്നില്ല എന്ന പരാതി ഉന്നയിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളം കൊടുക്കുന്നത് മുഴുവൻ കൃത്യമായി ഓഡിറ്റ് ചെയ്യാത്ത കള്ളക്കണക്കാണെന്ന്. ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ തലച്ചോറുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഈ തുക പാസാക്കി നൽകുമോ? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കുട്ടി നീലമഷി വെച്ച് 100-ൽ 100 എന്ന് എഴുതി വെക്കും പോലെ ഈ എസ്റ്റിമേറ്റ് കണ്ടാൽ അറിഞ്ഞൂടെ പണം തട്ടാനുള്ള പരിപാടിയാണെന്ന്. പിന്നെ എസ്റ്റിമേറ്റ് ഇടുക സാധാരണ നടക്കാൻ പോകുന്ന പരിപാടികൾക്കാണ്, അല്ലാതെ നടന്നു കഴിഞ്ഞ് കൃത്യമായ തുക ചിലവായ പരിപാടികൾക്കല്ല. 100 രൂപയ്ക്ക് ബിരിയാണി തിന്നിട്ട് 150 എന്ന് എഴുതി വെക്കുന്നത് കള്ളക്കണക്കാണ്. മന്ത്രി MP രാജേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊജക്ഷൻ അഥവാ പെരുപ്പിച്ച് കാണിച്ച കള്ളക്കണക്ക്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണോ മുഖ്യന്റെയും അണികളുടെയും വിചാരം? എസ്റ്റിമേറ്റ് എന്ന ക്യാപ്സ്യൂൾ നിങ്ങൾ തന്നെ 8ആയി മടക്കി വായിലിട്ട് വെള്ളം കുടിച്ച്. ഞങ്ങൾക്ക് നിങ്ങളെ നന്നായി മനസ്സിലായി കഴിഞ്ഞു. മരിച്ച് മണ്ണടിഞ്ഞ മനുഷ്യന്റെ പേരിൽ പോലും കക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണ്. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയത് ഇവരെയാണെന്ന് പറയാൻ നമുക്ക് നാണമാകുന്നില്ലേ? ഈ സത്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ പറയുന്നവരെ കേസെടുത്ത് ജയിലിലടക്കുന്ന പിണറായി നയം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെ കാരണം.